വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. ഞാൻ പിതാവിൻ്റെ അടുത്തു നിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. ആരംഭം മുതൽ എന്നോട് കൂടെയുള്ളവരായതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും. ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്, അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത്. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ക്രിസ്തുവിൽ പ്രിയ സഹോദരരെ, നാം ഇന്ന് വായിച്ചു കേട്ട വചനഭാഗം യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ ശിഷ്യന്മാരോടൊപ്പവും സകല മനുഷ്യരോടും എല്ലാ ജീവജാലങ്ങളോടും സ്നേഹിക്കുകയും സ്നേഹിച്ച് അവരോടൊപ്പം ദൈവീക തത്വങ്ങളും ജ്ഞാനവും പകർന്നു കൊടുക്കുകയും ചെയ്ത ആ കാലത്തിൽ നമ്മുടെ പാപഭാരങ്ങളെല്ലാം പേറിക്കൊണ്ട് ഈശോ സ്വയം കുരിശിൽ ബലിയാകുകയും അതിനുശേഷം ശിഷ്യന്മാരെ കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം വർഷിക്കുകയും ചെയ്ത ആ വചനഭാഗമാണ് നാം വായിച്ചു കേട്ടിരിക്കുന്നത്. പ്രിയ സഹോദരരെ, ഈ ലോകത്തിൽ ഇപ്പോൾ ഈ പ്രവൃത്തി കാലത്തിൽ ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ കൂടെ എങ്ങനെ ചലിക്കുന്നു എന്നുള്ളത് നാം കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കേണ്ടത് അനിവാര്യമാണ്. കാരണം നാം വചനം വായിക്കുമ്പോൾ യേശു നമ്മളോട് സംസാരിച്ചു എന്നത് നാം മനസ്സിലാക്കുന്നു. എന്നാൽ ഈ നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു അവസരമാണ് ഇത്. കാരണം പരിശുദ്ധ ആത്മാവ് നമ്മളിൽ ഉണ്ട് എന്നുള്ളത് നാം തന്നെ അനുഭവിച്ച് മനസ്സിലാക്കണം. ജനിക്കുമ്പോൾ തന്നെ ഒരു ആത്മാവുമായിട്ട് ജനിക്കുന്ന നമ്മൾ ഈ യേശുവിൻ്റെ ആത്മാവിനെ നമ്മളിൽ ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് എന്ത് മാറ്റം വരും എന്നുള്ളതാണ് ശിഷ്യന്മാരുടെ ജീവിതത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. പ്രിയ സ്നേഹിതരെ, നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മളിൽ വസിക്കുന്ന ആത്മാവിൽ കൂടെ തന്നെ കൃത്യമായിട്ട് അത് ദൈവികതയിലോട്ട് ചേരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് നമ്മുടെ ഈ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം നമ്മളിൽ തന്നെ നിറയുവാനും നമ്മളിൽ തന്നെ സെറ്റായി നിന്നുകൊണ്ട് മറ്റുള്ളവരിലേക്ക് അതിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ആ ഫലങ്ങൾ പുറപ്പെടുവിക്കുക വഴി യേശുവിൻ്റെ നാമം മഹത്വപ്പെടുവാനും ദൈവപിതാവിനെ സ്തുതിക്കുവാനും വേണ്ട കൃപ നമ്മളിൽ ഓരോരുത്തരിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം, യേശു നിശ്വസിച്ച ആ നിശ്വാസം നമ്മളിലേക്ക് നിറഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പെന്തക്കോസ്ത തിരുനാളിൻ്റെ എല്ലാവിധമായ അനുഗ്രഹവും പ്രാർത്ഥനയും നേരുന്നു.